Hi everyone, welcome to another video of mine. My name is Lija John. ഷാൻ ഓൺറി ഫാബർ എന്ന് കേട്ടിട്ടുണ്ടോ? ഷാൻ ഓൺറി ഫാബർ അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫ്രഞ്ച് സുവോളജിസ്റ്റ് ആണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കീടങ്ങൾ അല്ലെങ്കിൽ പെസ്റ്റസിൻ്റെ ലൈഫിനെ പറ്റിയിട്ട് ഒരുപാട് ഇൻ ഡെപ്തിൽ പഠിച്ച് കുറേ റിസർച്ച് ഒക്കെ ചെയ്ത് കുറേ പേപ്പേഴ്സൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ജന്തുശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ഒരു സുവോളജിസ്റ്റ് ആണ് ഈ പറഞ്ഞ ഷാൻ ഓൺറി ഫാബർ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഇദ്ദേഹം പൈൻ മരങ്ങളിൽ പൈൻ ട്രീസിൽ ജീവിക്കുന്ന ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് പുഴുക്കൾ, അല്ലെങ്കിൽ അതിൻ്റെ പേര് ഒരു പ്രൊസഷണറി കാറ്റർപില്ലർ എന്നാണ് അതിനെ വിളിക്കുന്നത്. അതിൻ്റെ ഒരു ലൈഫ് സൈക്കിളിനെ പറ്റിയിട്ട്, അവരുടെ ലൈഫിനെ പറ്റിയിട്ട് ഭയങ്കര ഫൺ ഫാക്ട്സ് ഒക്കെ അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സിൽ നിന്ന് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പുഴുക്കൾ ഇവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് വെച്ചാൽ, ഇവർ ലക്ഷക്കണക്കിന് നമ്പറുണ്ട്, ഒത്തിരി നമ്പറുണ്ട്. അപ്പോൾ ഈ പുഴുക്കളെല്ലാവരും ഡെയിലി ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യും. ഇവരിങ്ങനെ എഴഞ്ഞാണ് പോകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ലീഡർ ഫ്രണ്ടിൽ കാണും, അതിൻ്റെ ബാക്കിൽ ഒരാൾ, അങ്ങനെ ഇവരിങ്ങനെ ഒരാളിനെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോകും. ഇവർ ഒരു കണ്ണടച്ച് വെച്ചിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇവർക്ക് വഴി തെറ്റത്തില്ല. ഇവർ കറക്റ്റായിട്ട് പോകുന്ന സ്ഥലത്ത് തന്നെ തിരിച്ചു വരികയും ചെയ്യും. കൂട്ടിലേക്ക് വഴി തെറ്റാതെ തന്നെ തിരിച്ചു വരും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പോകുമ്പോൾ ഇവരുടെ ബോഡിയിൽ തന്നെ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് പട്ട് നൂല് ഇവർ പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന നൂല് വെച്ചിട്ടാണ് ഇവർ തിരിച്ച് വഴി തെറ്റാതെ തിരിച്ച് കൂട്ടിലോട്ട് വരുന്നത്. അങ്ങനെ നമ്മുടെ ഈ ഒരു ഫാബർ വിചാരിച്ചു, എന്നാൽ ഇവരെ പിടിച്ച് കുറച്ച് പരീക്ഷണം ചെയ്യാം, ഇവരെ ഒന്ന് പരീക്ഷിച്ച് കളയാമെന്ന് വിചാരിച്ച് ഇദ്ദേഹം കുറച്ച് പുഴുക്കളെ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു വട്ടത്തിലുള്ള ചെടിച്ചട്ടി എടുത്തു. എന്നിട്ട് ഇതിനകത്തിൽ ഈ പുഴുക്കളെ ഇട്ടു. അപ്പോൾ ഈ പുഴുക്കൾ എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ ലീഡറിൻ്റെ പുറകിൽ ഇങ്ങനെ പോവാണ്. പക്ഷെ ഇവർ വട്ടത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. കുറേ കറങ്ങി കഴിയുമ്പോൾ പുഴുക്കൾക്ക് ആകെപ്പാടെ കൺഫ്യൂഷനായി. ആരാണ് ഫ്രണ്ടിലെന്നുള്ളത് അവർക്ക് മനസ്സിലാകാത്തൊരവസ്ഥ വന്നു. അപ്പം ഇദ്ദേഹം ഈ ചെടിച്ചട്ടിയുടെ നടുക്ക് ഫുഡ് വെച്ചു, ഇവർക്ക് വേണ്ട ഫുഡും സാധനമൊക്കെ വെച്ചു. പക്ഷെ ഈ പുഴുക്കൾ ആരും ഈ ഫുഡൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവർ ഈ കറക്കം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു എക്സ്പീരിമെൻറ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മളിൽ പലരും ചിലപ്പോഴൊക്കെ ഈ പറഞ്ഞ പുഴുക്കളെ പോലെ ആവാറുണ്ട്, അല്ലേ? ചിലപ്പോൾ ചില നേതാവിനെ മാത്രം, ഏതെങ്കിലും ഒരു നേതാവിനെ നമ്മൾ കണ്ണടച്ച് ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യും. അവർ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് പോലും ചിന്തിക്കാതെ നമ്മൾ പലപ്പോഴും അവരെ ഫോളോ ചെയ്യും. അതൊരു പക്ഷെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആരെങ്കിലും ആയിരിക്കാം, നമ്മുടെ പിയർ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ആയിരിക്കാം, ആരുമായിക്കോട്ടെ. ഒരാളിനെ അയാൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് പോലും തിങ്ക് ചെയ്യാതെ നമ്മളിങ്ങനെ അവരെ ഫോളോ ചെയ്യാറുണ്ട്. അവർ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ പറയുന്നത് തെറ്റാണോ ശരിയാണോ, ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, ഇയാൾ പറയുന്ന അനുസരിച്ച് മൂവ് ചെയ്താൽ നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണോ ഉണ്ടാകുന്നത്, നമുക്ക് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണോ എന്നൊന്നും നമ്മൾ ചിന്തിക്കാതെ ബ്ലൈൻഡായിട്ട് നമ്മൾ ഫോളോ ചെയ്യും. അതൊരു പക്ഷേ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഉള്ളവരും ആയിരിക്കാം. നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ആ പുഴുക്കളെ പോലെ കണ്ണുമടച്ച് ഒരാളെ ഫോളോ ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മുടെ തോട്ട്സിന് ഫ്രീഡം കൊടുക്കുക, നമ്മുടെ ലൈഫിന് നമ്മുടെ ആക്ഷൻസിന് ഫ്രീഡം കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ രണ്ട് കണ്ണും തുറന്നു വെച്ചിട്ട് വൈഡായിട്ടുള്ള ഈ ലോകത്തിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ തന്നെ എക്സ്പ്ലോർ ചെയ്യാം. താങ്ക് യു.